ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലപ്പം മിക്സ് വെച്ചിട്ട് നമ്മളൊരു പാലപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ പാലപ്പച്ചട്ടി കൊള്ളില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അത് അപ്പമായിട്ട് ചുട്ടേ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് എന്താ പറയുക, ഒന്ന് എന്തുവാ എന്നതാ ശരിയാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് പാലപ്പം മിക്സ് പൊടി എടുത്ത് കലക്കി 3-4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു ഏകദേശം ഒരു 7:40 ആയപ്പോഴാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അതൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് പുളിച്ച് പൊങ്ങി കേട്ടോ. അപ്പം അത് ചുട്ടത് നിങ്ങളെങ്ങനെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഞാനത് ഇതാണ് ഞാൻ കലക്കി വെച്ചത് കേട്ടോ. ഇത് ഞാൻ ചുട്ടെടുത്തതാണേ, കണ്ടോ. നല്ല കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല പതുപതൂന്നുള്ള അപ്പമാണ് കേട്ടോ. നല്ല പതുപതൂന്നുള്ള അപ്പം. എൻ്റെ പാലപ്പച്ചട്ടി കൊള്ളില്ലാണ്ടായിപ്പോയി. എൻ്റെ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് എല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ല. ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ നമുക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് അപ്പമായിട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പമായിട്ട് ചുട്ടെടുത്താണ്. കറിയൊന്നും വേണ്ട. എന്താ പറയുക, നല്ല പഞ്ചസാര, നമ്മളിട്ട പഞ്ചസാരയുടെ മധുരം, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കറിയൊന്നും വേണ്ട കഴിക്കാനായിട്ട്. ചുമ്മാ പിള്ളേർക്ക് വെറുതെ ഇങ്ങനെ എടുത്ത് തിന്നുകൊണ്ട് നടക്കാം. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ഈ അപ്പത്തിനുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസ്റ്റിൻ്റെ മണം, ആ പുളിച്ചു പൊങ്ങിയതിൻ്റെ ഈസ്റ്റിൻ്റെ മണം ഉണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഈ സമയമില്ലാത്തവരും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നാളെ എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്നവരും നമ്മുടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് പാലപ്പം മിക്സ് മേടിച്ചിട്ട് കലക്കി 1 മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ പാലപ്പോ അപ്പോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ.